നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിലൊക്കെ തിന്മ ഉണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല, ഒന്നും കയറൂല. നോക്കൂ നിങ്ങൾ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ആളുകൾ പറഞ്ഞു, ലാ നസ്തതിഉ ഖിയാമൽ ലൈൽ, നിന്റെ ഖിയാമുൽ ലൈലിന് എണീക്കാൻ പറ്റണില്ല. എണീക്കാണെങ്കിൽ തന്നെ അങ്ങനെ ഒതുക്കി എടുക്കുമ്പോൾ ഒരു ബാങ്ക് കൊടുക്കും അല്ലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, ഹയ്യത്തക്കും ഖത്വായാക്കും, നിങ്ങളെ പാപങ്ങൾ നിങ്ങൾക്ക് ബന്ധനം തീർക്കുക. വ്യക്തി ജീവിതത്തിൽ തിന്മകൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഫളൈൽ ബിൻ ഇയാദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇദാ കുൻത ലാ തസ്തതിഉ ഖിയാമൽ ലൈലി വസിയാമൽ നഹാർ, ഒരു നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോമ്പ് കാലം വരെ സുന്നത്ത് നോമ്പ് എടുക്കാൻ കഴിയാത്ത അവസ്ഥ നിനക്കുണ്ടെങ്കിൽ, ഖിയാമുൽ ലൈൽ പറ്റണില്ലെങ്കിൽ, ഫഅലം അന്നക മഹ്ബൂസുൻ, നീ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്, തിന്മകൾ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കണം. ഖിയാമൽ ലൈൽ സനതൻ ബിദംബിൻ, അല്ലെ, സലഫുകളിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, ഒരു വർഷത്തോളം എനിക്ക് ഖിയാമുൽ ലൈൽ നിർവഹിക്കേണ്ട വിധം നിർവഹിക്കാൻ പറ്റാതെ പോയി, അതെന്റെ പാപം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ്. മാത്രല്ല, പാപങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള വേറൊരു പ്രശ്നം എന്താ അറിയോ, പാപം ഉണ്ടാകുമ്പോഴുള്ള വേറൊരു പ്രശ്നം, ദീനിന് ശരിക്കും ഒരു വലിയ ആസ്വാദനുണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് കിട്ടാതെ പോകും. അന്ന മിൻ ഉഖൂബത്തി ദംബി, പാപത്തിന്റെ ശിക്ഷയിൽപ്പെട്ടതാണ് മഹ്വലദ്ദത്തു ദിക്ർ, ദിക്റുകളുടെ ആസ്വാദനം അത് ഇല്ലാതെയാക്കും. വൽ ഖിറാഅത്തി, ഖുർആൻ പാരായണത്തിന്റെ, വദ്ദുആഇ, പ്രാർത്ഥനകളുടെ, വൽ മുനാജാത്തി, റബ്ബുമായുള്ള സ്വകാര്യ സംഭാഷണത്തിന്റെ ഒക്കെ ഗുണങ്ങളെ അത് 100% ഇല്ലാതെയാക്കും എന്നാണ്. ഇന്നഅഹ്ലൽ മആസി വദ്ദുനൂബ്, പാപികളും കുറ്റക്കാരുമായ മനുഷ്യർ, ലാ യജിദൂന ഹലാവത്തുൽ ഇബാദ, അവർക്ക് ഇബാദത്തിന്റെ രുചി കിട്ടുകയില്ല, പിന്നെ രസം കിട്ടുകയില്ല, വലദ്ദതഹ, അതിന്റെ രുചി കിട്ടുകയില്ല, വലാ യതമത്തഊന, അതവർ ആസ്വദിക്കുകയില്ല, ഫൽ ഇബാദത്തു ലൈസത്ത്, അവർക്ക് അതിന് അതിൽ അവർക്ക് കൺകുളിർമ ഉണ്ടാവുകയില്ല എന്നാണ്. ശരിക്ക് ജീവിതത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോ കിട്ടുന്ന ഒരു ആസ്വാദനം ഉണ്ടാകും. വേണ്ടെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടാവും, വേണ്ടാന്ന് തീരുമാനിക്കണം. ഇവിടെ ഈ സൗദി അറേബ്യയിൽ ഒരു പ്രദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്ത്, മൂപ്പരെ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഈ മറ്റേ DJ മ്യൂസിക്കിന്റെ ബോക്സ് ഇങ്ങനെ വല്ലാതെ പോണുണ്ടപ്പോ സംഗീതത്തെ കുറിച്ച് മനസ്സിലാക്കി ആദ്യത്തെ ദിവസം ഈ കച്ചവടം വേണ്ടാന്ന് തീരുമാനിച്ചു. ആ സാധനം വേണ്ട, ഇനി വിൽക്കണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ കടയിലുള്ള കുട്ടികളൊക്കെ പറഞ്ഞു, എനിക്ക് പിരാന്താണ് പറഞ്ഞു, നമുക്ക് പിരാന്താണ് പറഞ്ഞു. ഓരെന്തിനാ ഉപയോഗിക്കണം, നമ്മൾ നോക്കണ്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അത്രയൊരു ആസ്വാദനത്തിലാണ്. അവസാനം ആ വർഷം അതേ കമ്പനിയുടെ പിന്നെ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തിയ ആള് മൂപ്പരായി. മൂപ്പർക്ക് എന്ത് ചെയ്തു, കമ്പനി റെമ്യൂണറേഷൻ കൊടുക്കുകയും ചെയ്തു. ആ റെമ്യൂണറേഷൻ ഈ പറഞ്ഞ ജീവനക്കാർക്ക് മൂപ്പർ ഇങ്ങനെ ഓരോ കൊടുത്തു. ഇതിലൊരു വലിയ മാതൃക ഉണ്ട്.